പുലിയുണ്ട് അനുജ, ചുവപ്പ് പുലിയുണ്ട്, പല തരത്തിലുള്ള പുലികളാണ്, നമ്മുടെ പുലിച്ചേട്ടന്മാരാണ്. അപ്പൊ ഈ പുലിക്കുട്ടന്മാരുടെ ഇടയിലാണ് ഞാനുള്ളത്. ഒരു ഭയവും ഇല്ലാതെ 2 സ്റ്റെപ്പ് അടിക്കാനാണ് ഈ പുലിത്താളം എന്നുള്ളത്. ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. 70 കൊല്ലം മുമ്പ് ചിട്ടപ്പെടുത്തിയ ഒരു താളമാണ് പുലിത്താളം. ഈ പുലികൾ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകം ഓർക്കണം, ഏത് പുലിയാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത്, ഏറ്റവും മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്, ഏറ്റവും മനോഹരമായ വര ചടുല താളങ്ങളോടെ തോന്നുന്ന പുലി, അങ്ങനെ അതിനെല്ലാം സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആവേശത്തിലാണ്. ഇതിന് നടുക്ക് നമുക്ക് വെളുത്ത പുലിയെ കാണാം, കരിമ്പുലികളെ കാണാം, ചുവന്ന പുലിയുണ്ട്, ഫ്ലൂറസൻ കളറിലെ പച്ചപ്പുലിയുണ്ട്. അങ്ങനെ പുലിക്കൂട്ടത്തിന് നടുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ യാതൊരു ഭയാശങ്കകളും ഇല്ലാതെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതിന് തൊട്ട് മുൻപിൽ നമ്മുടെ നിശ്ചല ദൃശ്യങ്ങളും പോകുന്നുണ്ട്. ഈ നിശ്ചല ദൃശ്യങ്ങളും വളരെ മനോഹരമായിട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തവണയും പ്രമേയങ്ങൾക്കും രക്തകാഴ്ചകൾക്കും ഒക്കെ അതാ ഈ പച്ചപ്പുലിയെ കണ്ടുവരിക. അയ്യോ പുലിക്കാ. ഫ്ലൂറസൻ പുലിയാണ്, ഫ്ലൂറസൻ. നമ്മുടെ പുലിച്ചേട്ടൻ, സ്ഥിരം പുലിച്ചേട്ടൻ. ഈ അരമണി കെട്ടിയിട്ടുള്ള പുലികൾക്കൊരു പ്രത്യേകതയുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പുലികൾ എന്നാ പറയാ. അത്രയും വലിപ്പത്തിലുള്ള പുലികളുണ്ട്. ഈ പുലി സംസാരിക്കാമോ? ശ്വാസപ്പെടണ പുലി കുഴപ്പമില്ല. എത്ര കൊല്ലമായി പുലി വേഷം കെട്ടുന്നത്? 10 വർഷമായിട്ട് ഈ പുലിവേഷം ഇത് കണ്ട ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലൊക്കെ നല്ല പണിയാണ്. എത്ര ദിവസങ്ങളുടെ 41 ദിവസത്തിന്റെ വ്രതമെടുത്താണ് ഇവർ പുലിവേഷം കെട്ടുന്നത്. അങ്ങനെ